റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കിനുമൊപ്പമാണ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയ സന്ദർശിക്കാനെത്തിയത്. പുടിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റഷ്യൻ പതാകകളും പോസ്റ്ററുകളും ഉത്തരകൊറിയയിൽ സജ്ജമായിട്ടുണ്ട്. ചുവന്ന പൂക്കളുടെ ബൊക്കെയാണ് പുടിന് സ്വീകരിക്കാനായി നൽകിയത്. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പരവതാനിയാണ് പുടിനെ സ്വാഗതം ചെയ്ത് വിമാനത്താവളത്തിലും സജ്ജമാക്കിയത്. യുക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉത്തരകൊറിയ നൽകിയ പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. അമേരിക്കൻ ഉപരോധം നേരിടാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര സൈനിക ബന്ധങ്ങൾ ശക്തമാക്കാൻ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് അതിഥിയായി കിം ജോങ് ഉൻ റഷ്യ സന്ദർശിച്ചിരുന്നു. പുടിൻ ആയുധങ്ങളും കിമ്മിന് സാങ്കേതിക വിദ്യയും വേണ്ട സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും അടുത്തതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം താൽക്കാലികമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മുതൽ 7000 കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഉത്തരകൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു പകരമായി ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തരകൊറിയയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും ദക്ഷിണ കൊറിയ വിശദമാക്കുന്നു. മിസൈൽ നിർമ്മാണത്തിലും ചാര സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിലുമുള്ള സാങ്കേതിക വിദ്യാ സഹായമാണ് കിം പുടിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ നിരീക്ഷണം. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.